KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രി വിട്ടു. ഔദ്യോഗിക വാഹനത്തിൽ പുലർച്ചെ 4 മണിയോടെയാണ് മന്ത്രി കണ്ണൂരിൽ നിന്ന് തിരിച്ചത്. പ്രതിഷേധത്തിനിടെ മന്ത്രിക്ക് പരിക്കേറ്റ സംഭവത്തിൽ മർദ്ദനമോ സുരക്ഷാ വീഴ്ചയോ ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളിലും ആക്രമണ ദൃശ്യങ്ങൾ ഇല്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. അതിനിടെ ചികിത്സയിലിരിക്കെ ആരോഗ്യമന്ത്രിക്കൊപ്പം ആരോഗ്യ പ്രവർത്തകർ സെൽഫി എടുത്ത സംഭവത്തിൽ മന്ത്രിയുടെ ഓഫീസ് വിശദീകരണം തേടിയിട്ടുണ്ട്. അജീഷ് ശിവകുമാർ കണ്ണൂരിൽ ചേരുന്നു. അജീഷ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ കരിങ്കൊടി കാണിച്ച പ്രവർത്തകർക്കെതിരെ എടുത്തത് വധശ്രമം അടക്കം ആയുധവുമായി മന്ത്രിയുടെ കഴുത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന ഗുരുതരമായ പരാമർശമടക്കമുള്ള FIR ആയിരുന്നല്ലോ. അപ്പോൾ മർദ്ദിച്ചതിന് ഏതെങ്കിലും തരത്തിലുള്ള തെളിവില്ല എന്ന് പോലീസ് തന്നെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പറയുമ്പോൾ ആ FIRന്റെ അവസ്ഥ എങ്ങനെയാണ്? രണ്ടാമത്തെ കാര്യം, മന്ത്രിക്കൊപ്പം സെൽഫി എടുത്തതിന് മന്ത്രിയുടെ ഓഫീസ് എങ്ങനെയാണ് വിശദീകരണം തേടുക? എന്തായാലും ആദ്യത്തെ ആശ്വാസകരമായ വാർത്ത, മന്ത്രി പരിക്ക് ഭേദമായി ആശുപത്രി വിട്ടു എന്നുള്ളതാണ്. ഇന്ന് പുലർച്ചെയാണ് മന്ത്രി ഡിസ്ചാർജായി ഔദ്യോഗിക വാഹനത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയത്. ഇന്നലെ തന്നെ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് മന്ത്രിയുടെ ആരോഗ്യനില വിലയിരുത്തിയിരുന്നു. കൂടുതൽ മെച്ചപ്പെട്ടു എന്ന് ഇന്നലെ തന്നെ വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഡിസ്ചാർജ് ചെയ്യാൻ തീരുമാനിച്ചത്. പുലർച്ചെ തന്നെ അങ്ങനെയാണ് മന്ത്രി ഔദ്യോഗിക വാഹനത്തിൽ വിട്ടത്. ഈ കേസ് അന്വേഷണത്തിന്റെ കാര്യത്തിൽ ഈ പോലീസിന് വലിയ കുഴപ്പത്തിലായി. കാരണം ഈ പോലീസിന്റെ സുരക്ഷാ വീഴ്ചയോ ഒപ്പം തന്നെ മന്ത്രിക്ക് ആക്രമണമോ നേരിട്ടിട്ടില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് കണ്ണൂർ സിറ്റി പോലീസ് ഉള്ളത്. നിലവിൽ കേസ് എടുത്തിട്ടുള്ളത് റെയിൽവേ പോലീസാണ്. ഈ റെയിൽവേ പോലീസ് കഴിഞ്ഞ ദിവസം ഈ RPFന്റെ കയ്യിൽ നിന്ന് ഈ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ അത് പരിശോധിക്കാൻ അപേക്ഷ നൽകിയിരുന്നു. അത് പരിശോധിച്ചതിൽ നിന്നാണ് അവിടെ ആക്രമണം നടന്നത്. കാരണം ഈ മാധ്യമങ്ങളിൽ നിന്നൊക്കെ പുറത്തു വന്ന ദൃശ്യങ്ങളിലൊന്നും മന്ത്രിയെ KSU പ്രവർത്തകർ നേരിട്ട് ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊന്നുമില്ല, അതിൽ വ്യക്തതയില്ല. സ്വാഭാവികമായിട്ടും ഇതിന് ഈ സംഭവം നടന്നതിന് തൊട്ട് മുകളിൽ ഒരു CCTV ക്യാമറ ഉണ്ടായിരുന്നു, അതിലെ ദൃശ്യങ്ങൾ നിർണായകമായിരുന്നു. അത് പരിശോധിച്ചതിൽ നിന്നാണ് അവിടെ അത്തരത്തിലൊരു സംഭവങ്ങൾ നടന്നിട്ടില്ല എന്ന് പോലീസിന് മനസ്സിലായത്. മാത്രമല്ല ഈ മന്ത്രിയും ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിയുമാണ് ഇത്തരത്തിൽ കയ്യേറ്റം ചെയ്തുവെന്ന് പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിന്റെ അടിസ്ഥാനത്തിലാണ് FIR ഇട്ടതും ഈ ആയുധം ഉപയോഗിച്ച് ദേഹോപദ്രവം ഏൽപ്പിക്കൽ, വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയതും ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. പക്ഷേ ഈ തെളിവുകളൊന്നും ഇല്ലാത്തത് പോലീസിനെ വല്ലാത്ത കുഴപ്പിക്കുന്നുണ്ട്. ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും പറയുന്നത്, അവിടെ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന പോലീസും പറയുന്നത് മന്ത്രിക്ക് നേരിട്ട് ആക്രമണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയൊരു സുരക്ഷാ വീഴ്ച ആയി കണക്കാക്കും. സ്വാഭാവികമായിട്ട് ആ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർക്കെതിരെ അച്ചടക്ക നടപടിക്ക് സാധ്യതയുണ്ട്. നിലവിൽ എന്തായാലും ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകേണ്ട, സുരക്ഷാ വീഴ്ച ആ അന്വേഷണവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളതാണ് നിലവിൽ കണ്ണൂർ സിറ്റി പോലീസിന്റെ തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.